നമസ്കാരം. 6 സംസ്ഥാനത്തും 2 കേന്ദ്രഭരണ പ്രദേശത്തുമായി 49 ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന 5ാം ഘട്ട വോട്ടെടുപ്പിൽ രാത്രി 7:45 വരെ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാന കണക്ക് 57.47%. 7 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നിട്ടുള്ള പശ്ചിമ ബംഗാളിലാണ് ഉയർന്ന പോളിംഗ് റേറ്റ്. 73% ബംഗാൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. 13 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 48.88% മഹാരാഷ്ട്രയിൽ. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളിലായി 57.79%, ബീഹാറിലെ 5 മണ്ഡലങ്ങളിൽ 52.60%, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളിൽ 63%, ഒഡീഷയിലെ 5 മണ്ഡലങ്ങളിൽ 60.72% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ 54.49%, ലഡാക്കിൽ 67.15%, പോളിംഗ്. 5ാം ഘട്ടത്തോടെ 428 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതോടെ ഇഞ്ചോടിഞ്ചായ പോരാട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുകയും ചെയ്യും. ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ 114 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത 2 ഘട്ടം വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. 5ാം ഘട്ടത്തിലേക്ക് വോട്ടർമാർ ബൂത്തിലേക്ക് കടക്കുമ്പോൾ ബംഗാളിലെ സെറാംപൂർ, ഹൗറ, ആരംബാഗ്, ബാരക്പൂർ മണ്ഡലങ്ങളിൽ CPM അതിശക്തമായ പോരാട്ടമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള, ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ, ചിരാഗ് പസ്വാൻ എന്നിവരാണ് 5ാം ഘട്ടത്തിൽ ജനവിധി ലഭിച്ച പ്രമുഖരായ നേതാക്കൾ.